ഓരോ വർഷവും കൂടുന്തോറും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ സ്ത്രീപക്ഷ നിയമങ്ങൾ കൂടുതൽ വേണം എന്നുള്ള അഭിപ്രായമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതേസമയം ഈ പറയുന്ന സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമായിട്ട് നിലവിലെ സാഹചര്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? ആ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം, അതായത് സ്ത്രീപക്ഷമാണ്. സ്ത്രീപക്ഷം എന്തുകൊണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാട്രിയാർക്കി നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇനിയും എത്രയൊക്കെ പുരോഗമനമുണ്ടായി എന്ന് പറഞ്ഞാലും നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും സ്ത്രീ അബലയാണ് എന്നുള്ള ഒരു ചിന്താഗതിയുള്ള പുരുഷന്മാർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷമുള്ളത്. അല്ലാതെ എക്സെപ്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും സ്ത്രീപക്ഷമാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്, ഇത് സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. അത് ഇന്ന് തുടങ്ങിയുള്ള ഉത്തരമല്ല. എന്നൊക്കെ ജെൻഡർ ന്യൂട്രൽ അല്ലാതെ ഈ നിയമങ്ങൾ നിലനിൽക്കുന്നു അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് ഈ കാലഘട്ടത്തിൽ ജെൻസിയുടെ അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷൻ്റെ കാലഘട്ടത്തിൽ 2000-ന് ശേഷം വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഡൽഹി, നമ്മുടെ രാജ്യ തലസ്ഥാനമാണ്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഡൽഹി വുമൺസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം 2014 മുതൽ 2018 വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന സ്ത്രീ അസോൾട്ടുമായിട്ടുള്ള, സെക്ഷൽ അസോൾട്ടുമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ പരാതികളിൽ 52% വ്യാജ പരാതികളാണെന്ന് വുമൺസ് കമ്മീഷൻ, ഡൽഹി വുമൺസ് കമ്മീഷൻ ഡൽഹി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അത് ഒരു പുരുഷ കമ്മീഷനോ കേന്ദ്ര ഗവൺമെൻറ്റോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് അല്ല, സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കമ്മീഷൻ അതെന്ത് ചെയ്തു, അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു. സോ അതിൽ നിന്നും വളരെ കൃത്യമാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ വളരെ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് അതിനൊരു സേഫ് ഗാർഡ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട്, ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് അശ്വിനി ഉപാധ്യായ് ദുബെ എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, അദ്ദേഹം ഒരു ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ വ്യാപകമായിട്ട് സ്ത്രീകൾ അവരുടെ ജെൻഡർ ന്യൂട്രൽ അല്ലാത്ത നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സുപ്രീം കോടതിയിൽ ഉണ്ടാകണം. ആ ഡയറക്ഷനിൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി വരുന്ന സ്ത്രീകളോട് കൃത്യമായി പറയണം, ഇത് വ്യാജ പരാതിയാണെങ്കിൽ താങ്കൾക്കെതിരെ ഇന്ന കേസുകളെടുക്കും, ഇത്ര ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, ഇത്ര പണം അതിൻ്റെ കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്, നോട്ടീസ് ആയിട്ടുണ്ട്. ബാക്കി അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.